നാളെ രാജ്യാന്തര യോഗാ ദിനം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു. ഭാരതത്തിൽ നിന്നും ഉദ്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റത്തെ ലക്ഷ്യമിടുന്നു. പ്രായഭേദമന്യേ പരിശീലിക്കാവുന്ന യോഗ മുതിർന്ന പൗരന്മാർക്ക് വളരെയധികം പ്രയോജനകരമാണ്. പ്രായമാകുന്നത് മൂലമുള്ള ഒട്ടേറെ ശാരീരിക പ്രശ്നങ്ങൾ നേരിടാൻ യോഗ നിങ്ങളെ സഹായിക്കുന്നു. ശരീരത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. പതിവായുള്ള യോഗ ശരീരത്തിന്റെ സ്ഥിരതയും സന്തുലനാവസ്ഥയും വർദ്ധിപ്പിക്കുകയും വീഴ്ചകൾക്കുള്ള സാധ്യത ഒഴിവാക്കുകയും ചെയ്യുന്നു. മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിന് ഉല്ലാസം നൽകുകയും ചെയ്യുന്നു. മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മെഡിറ്റേഷൻ മനസ്സിനെ ഏകാഗ്രമാക്കാനും വിഷാദത്തെ അകറ്റാനും സഹായിക്കുന്നു. യോഗ ചെറുപ്പക്കാർക്ക് ഉള്ളതാണെന്നും ഇതിന് വളരെയേറെ ശാരീരിക വഴക്കം ആവശ്യമാണ് എന്നുമുള്ള തെറ്റിദ്ധാരണ മൂലം പ്രായമായവർ പലരും യോഗയിൽ നിന്നും അകന്നു നിൽക്കാറുണ്ട്. എന്നാൽ ലോകമാകട്ടെ ഏതു പ്രായക്കാർക്കും ഏത് ശരീരപ്രകൃതി ഉള്ളവർക്കും പരിശീലിക്കാവുന്നതാണ് യോഗ. ശ്വസനക്രിയകൾ, സ്ട്രെച്ചിംഗ്, മെഡിറ്റേഷൻ തുടങ്ങി വൈവിധ്യമാർന്ന ക്രിയകൾ യോഗയെ എല്ലാ ആളുകൾക്കും അനുയോജ്യമാക്കുന്നു. യോഗ 2024 പ്രമേയം സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ്. യോഗ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഒരു സമഗ്രമായ സമീപനം നൽകുന്നു. അത് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.